സെറ്റ്സ് ഇത് ഫസ്റ്റ് ചാപ്റ്റർ ആണ്. പ്ലസ് വണ്ണിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് സെറ്റ്സ്. സെറ്റ് എന്ന് പറയുമ്പോൾ വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്, ഇതാണ് സെറ്റ്. ഇവിടെ ഈ വെൽ ഡിഫൈൻഡ് എന്ന് പറയുമ്പോൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ കളക്ഷൻ ഓഫ് ഇൻഡിജേഴ്സ് ഓർ കളക്ഷൻ ഓഫ് നാച്ചുറൽ നമ്പർ ബിറ്റ്വീൻ 1 and 10, ഇതിൽ വെൽ ഡിഫൈൻഡ് ആണ്. അപ്പം വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ് എന്ത്, സെറ്റ്. ഇത് നോക്കൂ, നമുക്ക് മോസ്റ്റ് ടാലൻറ്റഡ് 10 റൈറ്റേഴ്സ് ഇൻ കേരള, കളക്ഷൻ ഓഫ് മോസ്റ്റ് ടാലൻറ്റഡ് റൈറ്റേഴ്സ് ഇൻ കേരള. നോക്കൂ, ഇവിടെ മോസ്റ്റ് ടാലൻറ്റഡ് എന്നൊരു ടേമാണ് ഞാൻ പ്രയോഗിച്ചത്. മോസ്റ്റ് ടാലൻറ്റഡ് റൈറ്റർ എന്ന് പറയുമ്പോൾ കളക്ഷൻ ഓഫ് 10 മോസ്റ്റ് ടാലൻറ്റഡ് റൈറ്റേഴ്സ് ഇൻ കേരള എന്ന് പറയുമ്പോൾ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഈ ടാലൻറ്റ് അല്ലെങ്കിൽ ടാലൻറ്റഡ് എന്ന ആ ടേം അവിടെ പ്രയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് എന്തില്ല, നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അതിനൊരു പർട്ടിക്കുലർ റൂളില്ല. ആ റൂൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിന് ആ കളക്ഷനെ നമുക്ക് എന്ത് പറയാൻ പറ്റൂ, സെറ്റ്സ് എന്ന് പറയാൻ പറ്റൂ. പക്ഷെ നോക്കൂ, കളക്ഷൻ ഓഫ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് 1, 2, 3, 4, 5, 6 etc. 10. കളക്ഷൻ ഓഫ് ഇൻഡിജേഴ്സ് ബിറ്റ്വീൻ -3 and +10, ഇറ്റ് ഈസ് വെൽ ഡിഫൈൻഡ്. അതുകൊണ്ട് നമുക്കിതിനെ എന്തു പറയാൻ പറ്റും, സെറ്റ് എന്ന് പറയാൻ പറ്റും. ഇനി ഈ കളക്ഷൻ, ഈ ഒബ്ജക്ട്സ് ഉണ്ട്, നമുക്ക് ഈ സെറ്റിലെ ഒബ്ജക്ട്സ് സ്മോൾ ലെറ്റർ കൊണ്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഇപ്പോൾ 2 സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ ബിറ്റ്വീൻ 1 and 10, ഇതിൽ 1, 2, 3 etc. 10 ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ 2 എന്ന ഈ എലമെന്റ്, ഈ ഒബ്ജക്റ്റ് ആ സെറ്റിൻ്റെ അകത്തുണ്ട് അല്ലേ, ആ സെറ്റിൻ്റെ അകത്തുണ്ട്. അതെങ്ങനെ നമ്മൾ സൂചിപ്പിക്കുന്ന അറിയോ, 2 ബിലോങ്സ് ടു, എന്താ പറയാ, 2 ബിലോങ്സ് ടു ദാറ്റ് സെറ്റ്. അപ്പൊ നമുക്ക് സെറ്റിന് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്നറിയോ, സെറ്റിന് എപ്പോഴും നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ടാണ് ഡിനോട്ട് ചെയ്യാം. അപ്പൊ A, B, C ഇങ്ങനെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യും. അപ്പൊ നമുക്ക് പറയാം 2 എന്ന എലമെന്റ് ഈ A എന്ന സെറ്റിന്റെ അകത്തുണ്ട്. ദാറ്റ് ഈസ് 2 ബിലോങ്സ് ടു ദിസ് സെറ്റ് A. നോക്കൂ, ബിലോങ്സ് ടു നമ്മൾ ഉപയോഗിച്ച സിമ്പിൾ നോക്കുക, ഇതിന് എപ്സിലോൺ എന്നാ പറയാ. ബിലോങ്സ് 2 ബിലോങ്സ് ടു സെറ്റ് A. 2 എന്ന് പറയുന്ന എലമെന്റ് ഈ A എന്ന സെറ്റിലെ ഒരു അംഗമാകുന്നു. 2 ബിലോങ്സ് ടു A. A is a collection of natural number between 1 and 10 or less than 10. 11 ഈ സെറ്റ് എന്റെ അകത്തുണ്ടാവോ? A എന്ന സെറ്റ് എന്താ പറഞ്ഞത്, കളക്ഷൻ ഓഫ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10, 10നേക്കാളും ചെറുതായ നാച്ചുറൽ നമ്പർ. അങ്ങനെയാണെങ്കിൽ 11 is not belongs to set A. Yes, 11 is not belongs to, നമുക്ക് ഡിനോട്ട് ചെയ്ത് നോക്കുക, 11 not belongs to set A. ഓക്കെ, അപ്പം ഈ രീതിയിൽ ഈ അംഗമാണ്, അംഗമല്ല, ഇറ്റ് ബിലോങ്സ് ടു, നോട്ട് ബിലോങ്സ് ടു എന്ന സിമ്പിൾ ശ്രദ്ധിക്കുക. ഇനി ഇതിൻ്റെ എലമെന്റ് ഇപ്പൊ 2, 11 സാധാരണ നമ്മൾ സെറ്റ് ഞാൻ പറഞ്ഞു ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ എലമെന്റ്സിനെ നമ്മൾ സാധാരണ രീതിയിൽ സ്മോൾ ലെറ്റേഴ്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യും, A, B, C, D etc. ദെൻ A ബിലോങ്സ് ടു ദി സെറ്റ് B, B ബിലോങ്സ് ടു ദി സെറ്റ് B, നമുക്ക് ഇങ്ങനെയെല്ലാം പറയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പം സെറ്റ് എന്ന് പറയുന്ന ഡെഫിനിഷൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈസ് വെൽ ഡിഫൈൻഡ് കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. വെൽ ഡിഫൈൻഡ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം സെറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ 3 എക്സാമ്പിൾസ് ഒന്ന് ശ്രദ്ധിക്കാം. എ കളക്ഷൻ ഓഫ് മോസ്റ്റ് ഡേഞ്ചറസ് ആനിമൽസ് ഓഫ് ദി വേൾഡ്. നോക്കൂ, ഇസ് ഇറ്റ് സെറ്റ്? ഇത് സെറ്റാണോ? ഇത് വെൽ ഡിഫൈൻഡ് ആണോ? നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ ഏതാണ് ഡേഞ്ചറസ് ആനിമൽ എന്ന്? ഇല്ല. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് നോട്ട് വെൽ ഡിഫൈൻഡ്. സോ ഇറ്റ് ഈസ് നോട്ട് എ സെറ്റ്. ഇത് സെറ്റ് അല്ല. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കൂ, കളക്ഷൻ ഓഫ് ഓൾ ഈവൻ ഇൻഡിജേഴ്സ് അല്ലേ, കളക്ഷൻ ഓഫ് ഓൾ ഈവൻ ഇൻഡിജേഴ്സ്. നമുക്കറിയാം കളക്ഷൻ ഓഫ് ഓൾ ഈവൻ ഇൻഡിജേഴ്സ് ഇറ്റ് ഈസ് വെൽ ഡിഫൈൻഡ്. 2, 4, 6, 8 etc.
കളക്ഷൻ ഓഫ് ഓൾ ഈവൻ ഇൻറ്റിജർ ഇറ്റ് ഈസ് വെൽ ഡിഫൈൻഡ് സോ ഇറ്റ് ഇസ് എ സെറ്റ്. ഇതൊരു സെറ്റ് ആകുന്നു. എ ടീം ഓഫ് 11 ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മെൻ ഓഫ് ദി വേൾഡ്. ഇവിടെ നോക്കൂ, എ ടീം ഓഫ് 11 ബെസ്റ്റ് ക്രിക്കറ്റ് ബാറ്റ്സ്മെൻ ഓഫ് ദി വേൾഡ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇറ്റ് ഈസ് നോട്ട് വെൽ ഡിഫൈൻഡ്. ഇത് വെൽ ഡിഫൈൻഡ് അല്ല, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല 11 ബെസ്റ്റ് ക്രിക്കറ്റ്. അപ്പം അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് നോട്ട് വെൽ ഡിഫൈൻഡ്. അതുകൊണ്ട് തന്നെ ഇതെന്തല്ല, ഇറ്റ് ഈസ് നോട്ട് എ സെറ്റ്. അപ്പോൾ സെറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിൻ്റെ ഡെഫിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആകുന്നു. 2, സെറ്റിൽ ഡിനോട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞു ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. ഇപ്പൊ നമുക്കൊരു സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്തിട്ടുണ്ടാവുക? സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ ഇറ്റ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ N. സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ്, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്, ഇതെല്ലാം ഓൾറെഡി നമ്മൾ ശീലിച്ചതാണ് അല്ലേ? സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ 10th നാച്ചുറൽ നമ്പേഴ്സിനെ N എന്നുകൊണ്ട് ഡിനോട്ട് ചെയ്യാറുണ്ട്. ഇൻറ്റിജേഴ്സിന് Z എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. റിയൽ നമ്പേഴ്സിന് R എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? റാഷണൽ നമ്പേഴ്സിനെയോ Q, റൈറ്റ്, Q എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് ഇങ്ങനെ സെറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുക ക്യാപിറ്റൽ ലെറ്റേഴ്സ്. അത് ഞാൻ പറഞ്ഞു, അത് ശ്രദ്ധിക്കണം. ഇനി ഇതിലെ എലമെന്റ്സിനെ സ്മോൾ ലെറ്റേഴ്സ് കൊണ്ട് ഡിനോട്ട് ചെയ്യും. ഇനി മൂന്നാമത് ഞാൻ പറഞ്ഞ പോയിന്റ്സ് ഇസ് ബിലോങ്സ് ടു അല്ലേ? 2 ബിലോങ്സ് ടു ദി സെറ്റ് എ, 11 നോട്ട് ബിലോങ്സ് ടു സെറ്റ് എ അല്ലേ? എങ്ങനെയാ ഡിനോട്ട് ചെയ്യുക? ഇറ്റ്സ് എപ്സിലോൺ, ദ സിമ്പൽ എപ്സിലോൺ. ഇതാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ഇറ്റ്സ് ബിലോങ്സ് ടു അംഗമാണ്, ഇറ്റ്സ് നോട്ട് ബിലോങ്സ് ടു അംഗമല്ല അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിക്കുക. ഇനി നമുക്ക് അടുത്ത സ്റ്റേജ് എന്തായിരിക്കും? സെറ്റ് പറഞ്ഞു, അതിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞു, സെറ്റിലെ എലമെന്റ്സിനെ കുറിച്ച് മനസ്സിലാക്കി. നെക്സ്റ്റ് സ്റ്റേജ് റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ്സ്. നമുക്ക് സെറ്റിനെ റെപ്രസെന്റ് ചെയ്യണം. എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? യെസ്, മെയിനായി നമുക്ക് ഈ ചാപ്റ്ററിൽ 2 മെത്തേഡ്സ് ഉള്ളത്. ഒന്ന് റോസ്റ്റർ ഫോം ഓർ ടാബുലർ മെത്തേഡ്. റോസ്റ്റർ ഫോം ഓർ ടാബുലർ മെത്തേഡ്. ഒരു സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാം. നോക്കാം. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 6 നമുക്ക് എങ്ങനെ ഇതിനെ റോസ്റ്റർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും? ഞാൻ പറഞ്ഞു ഫസ്റ്റ് ക്യാപിറ്റൽ ലെറ്റർ ആണ് എ. ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10. ഓക്കെ, ദെൻ എ ഈസ് ഈക്വൽ ടു, നോക്കിക്കോ, എ ഈസ് ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6 7 8 9 ലെസ് ദാൻ 10. ശരിയല്ലേ? അപ്പൊ ഇവിടെ ഞാൻ എന്താ ചെയ്തിട്ടുള്ളത്? റോസ്റ്റർ ഫോമിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ഒരു ബ്രാക്കറ്റ്, ഇതിന് സെറ്റ് ബ്രാക്കറ്റ് എന്ന് പറയും. ഇനി അതിലത്തെ എലമെന്റ്സിനെ നമ്മൾ കോമയിട്ട് വേർതിരിച്ച് എഴുതും. 1 2 3 4 5 6 7 8 9. ഹിയർ 2 belongs to set A, 1 belongs to set A, 6 belongs to set A. ഇതെല്ലാം ഇതിലത്തെ എലമെന്റ്സ് ആകുന്നു. ഇതിനെ നമ്മൾ പറയും റോസ്റ്റർ ഫോം ഓർ ടാബുലർ ഫോം. എങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്? ഇതിലത്തെ എലമെന്റ്സ് കോമയിട്ട് വേർതിരിച്ച് സെറ്റ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ നിരത്തി എഴുതുക. ഓക്കെ, ഇത് നമ്മൾ റോസ്റ്റർ ഫോം എന്ന് പറയും. ദെൻ നെക്സ്റ്റ് നമ്മൾ പറയാം റൂൾ മെത്തേഡ് ഓർ സെറ്റ് ബിൽഡർ ഫോം. റൂൾ മെത്തേഡ് ഓർ സെറ്റ് ബിൽഡർ ഫോം. ഈ മെത്തേഡ് എന്താ പറയാ? റോസ്റ്റർ ഫോം, റോസ്റ്റർ ഫോം or tabular form. റോസ്റ്റർ ഫോം ഓർ ടാബുലർ ഫോം. ഇതാണ് ഫസ്റ്റ് അല്ലേ? ഇനി സെക്കൻഡ് മെത്തേഡ് ഞാൻ എന്താ പറഞ്ഞത്? സെറ്റ് ബിൽഡർ ഫോം. ഓക്കെ, സെറ്റ് ബിൽഡർ ഫോം, സെറ്റ് ബിൽഡർ ഫോം or റൂൾ മെത്തേഡ്, റൂൾ മെത്തേഡ്. അപ്പൊ നോക്കൂ, ഈ റൂൾ മെത്തേഡ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? ഒരു പർട്ടിക്കുലർ റൂൾ ഉണ്ടാവും അല്ലേ? നോക്കാം. ഹിയർ ദ കളക്ഷൻ ഓഫ്, ഇതെന്താ? ദ കളക്ഷൻ ഓഫ് നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10. സോ 1 2 3 4 5 6 7 8 9 ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതി റോസ്റ്റർ ഫോം എന്ന് പറഞ്ഞു. ഇനി സെറ്റ് ബിൽഡർ ഫോം അല്ലെങ്കിൽ റൂൾ മെത്തേഡ് എങ്ങനെ ചെയ്യുന്നറിയോ? സെറ്റ് ഓഫ് ഓൾ എക്സ്. നോക്കൂ, ഇതെന്താ വായിക്കുക?
സെറ്റ് ഓഫ് ഓൾ എക്സ്. അതായത് ഈ എലമെന്റ്സിനെല്ലാം റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു സിമ്പിൾ ഉപയോഗിച്ചു, ഒരു ലെറ്റർ, ഇറ്റ് ഈസ് എക്സ്. അപ്പം സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്, നോക്കിയേ ഒരു കോളൻ, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്. ഇനി പറയൂ, ഇതെല്ലാം പൊസസ് ചെയ്യുന്ന ഒരു കോമൺ പ്രോപ്പർട്ടി ഉണ്ട്. ഇതെന്താ? 1 എന്താ, 2 എന്താ, 3 എന്താ? യെസ്, ഇറ്റ്സ് എ നാച്ചുറൽ നമ്പർ അല്ലേ? 10 ചെറുതായ നാച്ചുറൽ നമ്പർ. ഇറ്റ്സ് എ നാച്ചുറൽ നമ്പർ ലെസ് ദാൻ 10. ആ പൊസസ് ചെയ്യുന്ന ആ കോമൺ പ്രോപ്പർട്ടി നമ്മൾ എഴുതുക. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. X is a natural number less than 10. Yes, X is a natural number less than 10. നോക്കൂ, ഇങ്ങനെ എഴുതുന്ന മെത്തേഡിന് നമ്മൾ പറയാ സെറ്റ് ബിൽഡർ ഫോം അല്ലെങ്കിൽ റൂൾ മെത്തേഡ്. ഓക്കെ, സെറ്റ് ഓഫ് ഓൾ എക്സ് നമുക്ക് ഇതിന് വേറെ രീതിയിൽ എഴുതാം. ഓക്കെ, A is equal to set of all x. X is a natural number less than 10. നമുക്ക് വേണമെങ്കിൽ ഇതിനെ കുറച്ചും കൂടി ചുരുക്കി എഴുതാം. X belongs to n and x less than 10. X belongs to n, that is x is a natural number and is less than 10. അപ്പോൾ ഇങ്ങനെ എഴുതുന്ന മെത്തേഡ് ഞാൻ പറയാം റൂൾ മെത്തേഡ്. ഇത് റോസ്റ്റർ. ഓക്കെ, ഇനി നമുക്ക് ഇത് അപ്ലൈ ചെയ്തുകൊണ്ട് മക്കളെ നമുക്ക് എക്സാമിന് വരിക ചിലപ്പോൾ ഈ രീതിയിലായിരിക്കും. ഒന്നുകിൽ പറയും ഇത് നമുക്കറിയാം ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് സെറ്റ് ബിൽഡർ ഫോം. ഇങ്ങനെ സെറ്റ് ബിൽഡർ ഫോമിൽ തന്നിട്ട് നമ്മളോട് പറയും ഇതിനെ റോസ്റ്റർ ഫോമിലേക്ക് മാറ്റി, അല്ലെങ്കിൽ പറയും ലിസ്റ്റ് ഓൾ എലമെന്റ്സ് ഓഫ് ദി സെറ്റ്, ലിസ്റ്റ് ഓൾ ദി എലമെന്റ്സ് ഓഫ് ദി സെറ്റ്. ഇങ്ങനെ വരാം. അപ്പോൾ നമുക്ക് ഓരോ എക്സാമ്പിൾ, നമുക്കൊരു 3 എക്സാമ്പിൾ മതി. വളരെ സിമ്പിളാണ്. ബാക്കി നിങ്ങൾക്ക് ടെക്സ്റ്റിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാൻ വേണ്ടി സാധിക്കും. നോക്കുക, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ്. ഇതെങ്ങനെ വായിക്കും? സെറ്റ് ഓഫ് ഓൾ എക്സ്. നോക്കൂ, ഈ കോളൻ എന്താ ഞാൻ പറഞ്ഞത്? സച്ച് ദാറ്റ്. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് x is an odd natural number. X is an odd natural number. Then a is equal to, ഒന്നാമത്തെ ആൻസർ നമുക്ക് ഇവിടെ എഴുതാം അല്ലേ, 1. a is equal to odd natural numbers ഏതാ? 1, 3, 5, 7 etc. അല്ലേ? 1, 3, 5, 7 etc. A is equal to is a odd natural number. 2. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? B is equal to set of all x. X is an integer. X is an integer and minus 1/2 less than x less than 9/2. നമുക്കറിയാം ഇറ്റ് ഈസ് -0.5. -0.5നും 4.5നും ഇടയിലുള്ള ഇൻഡിജേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പൂർണ്ണസംഖ്യകളാണ്. എക്സ് ഇസ് ആൻ ഇൻഡിജർ. -1/2 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 9/2. ദെൻ ഏതായിരിക്കും? -0.5നും 4.5നും ഇടയിലുള്ള ഇൻഡിജേഴ്സ്. യെസ്, 0, ഗുഡ്, 1, 2, 3, 4. 0, 1, 2, 3, 4. ഓക്കെ, ദെൻ ബി ഈസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3, 4. നമുക്കറിയാം ഇൻഡിജേഴ്സ് എന്ന് പറയുമ്പോൾ അത് പൂർണ്ണസംഖ്യകളാകുന്നു. അപ്പോൾ -0.5നും 4.5നും ഇടയിലുള്ള പൂർണ്ണസംഖ്യകൾ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, C is equal to set of all x such that x is an even integer and x square less than or equal to 4. ഇല്ലേ? x is an even integer and x square ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. എക്സ് സ്ക്വയറിന്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആയിരിക്കണം. അപ്പോൾ ഏതെല്ലാം വാല്യൂസ് വരും? -2 സ്ക്വയർ ഈസ് 4. -1 സ്ക്വയർ ഈസ് +1. 0, 1, 2. ഓക്കെ, ദെൻ C ഈസ് ഈക്വൽ ടു സെറ്റ് -2, -1, 0, 1, 2. ഓക്കെ,
-2 -1 0 1 2. നോക്കൂ, ഞാൻ ഇത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, റോസ്റ്റർ ഫോമിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഒരു ഐഡിയയും കൂടെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. നോക്കൂ, ഫസ്റ്റ് സെറ്റിന്റെ പ്രത്യേകത എന്താ? X is an odd natural number 1 3 5 7 etc. രണ്ടാമത്തെ B, it is 1 2 3 4. നമുക്ക് B എന്ന സെറ്റ്, അതുപോലെ C എന്ന സെറ്റ്, A എന്ന സെറ്റിൽ നിന്നുള്ള വ്യത്യാസം എന്താ? ഓക്കെ, ബി എന്ന സെറ്റിന്റെ അകത്തും സി എന്ന സെറ്റിന്റെ അകത്തും നമുക്കറിയാം അതിന് ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ആണ്, അല്ലേ? ഫൈനൈറ്റ് നമ്പർ ഓഫ് എലിമെന്റ്സ് ആണ് ഉള്ളത്. എ എന്ന സെറ്റിന്റെ അകത്തോ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സെറ്റ്സ് ഉണ്ട്, ഇല്ലേ? സോറി, ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട്. ഈ എക്സ് ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ. 1 3 5 7 9 11 എക്സെട്ര 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 അങ്ങ് വരെ പോകും, ഇല്ലേ? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സെറ്റിനെ ഇൻഫിനിറ്റ് സെറ്റ് എന്ന് വിളിക്കാലോ. സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പർ, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്, ഇതെല്ലാം എന്താ? ഇൻഫിനിറ്റ് സെറ്റ് ആണ്. ഇനി ബി എന്ന സെറ്റ് സി എന്ന സെറ്റിന്റെ അകത്ത് നോക്കൂ, ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് ഉള്ളത്, അല്ലേ? അപ്പൊ നമുക്ക് അതിന് എന്ത് വിളിക്കാം? ഇറ്റ്സ് എ ഫൈനൈറ്റ് സെറ്റ്. So 1 2 3 4 -2 -1 0 1 2 ഇതെല്ലാം ഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെന്റ്സ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ ഫൈനൈറ്റ് സെറ്റ് എന്ന് വിളിക്കാം. അപ്പം നമുക്ക് റോസ്റ്റർ ഫോമിൽ തന്നാൽ സെറ്റ് ബിൽഡർ ഫോമിൽ തന്നാൽ നമുക്ക് റോസ്റ്റർ ഫോമിലേക്ക് മാറ്റാം. അതേപോലെ തിരിച്ച് നമുക്ക് ഇതിലേക്ക് മാറ്റാൻ പറ്റും. റോസ്റ്റർ ഫോമിൽ തന്നാൽ അല്ലെങ്കിൽ ടാബുലർ ഫോമിൽ തന്നാൽ റൂൾ മെത്തേഡ് ഓർ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും. ഒരു 2-3 എക്സാമ്പിൾ നമുക്ക് ആ രീതിയിലും കൂടെ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നേരെ തിരിച്ചും ചെയ്യാം. നമുക്കറിയാം സെറ്റിനെ റോസ്റ്റർ ഫോമിൽ നിന്ന് നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റണം. ഇത് നമുക്ക് സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതാൻ ഞാൻ പറഞ്ഞു, ഈ എലമെൻറ്റ്സിനെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ എക്സ്, അതിനുശേഷം കോളൻ സച്ച് ദാറ്റ് എന്ന് വായിക്കും. പിന്നെ ഇതിൻ്റെ ആ കോമൺ പ്രോപ്പർട്ടി അത് മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കുക, സെറ്റ് 3 6 9 12. നമുക്കിത് അറിയാം, 3 6 9 12. നമുക്കറിയാം 3 × 1 3. നമുക്ക് ചിന്തിക്കാം, 3 × 2 6, 3 × 3 9, 3 × 4 12. അപ്പം നമുക്കിത് പ്രൊസസ് ചെയ്യുന്ന കോമൺ പ്രോപ്പർട്ടി ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാം മൾട്ടിപ്പിൾ ഓഫ് 3 ആണ്. 3ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്, അല്ലേ, എക്സ് ഈക്വൽ ടു, അല്ലെങ്കിൽ എക്സ് ഈസ് മൾട്ടിപ്പിൾ ഓഫ് 3 ആൻഡ് ലെസ് ദാൻ 15 എന്നും പറയാം, അല്ലേ? എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 ആൻഡ് ലെസ് ദാൻ 15 എന്ന് പറയാം. ശരിയല്ലേ? അപ്പോൾ കുറച്ചും കൂടെ രസകരമായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 3n, അല്ലേ? എക്സ് ഈക്വൽ ടു 3n ആൻഡ് എക്സ് 12 വരെ ഉണ്ട്, അല്ലേ? എക്സ് ഈക്വൽ ടു 3n ആൻഡ് n ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4, അല്ലേ? n ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. n ബിലോങ്സ് ടു n, അല്ലേ? n നാച്ചുറൽ നമ്പർ ആണ്, n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണ്. യെസ്, നമുക്ക് ഈ രീതിയിൽ എഴുതാം. എക്സ് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 3n ആൻഡ് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4, n ബിലോങ്സ് ടു n. അല്ലെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് പറയാം സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3 ആൻഡ് ഈസ് ലെസ് ദാൻ 15 or less than or equal to 12. ഈ രീതിയിൽ നമുക്ക് ഇതിനെ റെപ്രസെന്റ് ചെയ്യാം. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കൂ, 2 4 8 16 32. 2 4 8 16 32 എന്താ? യെസ്, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് here 2 is 2 raised to 1, 4 2 raised to 2, 8 2 raised to 3, 16 2 raised to 4 and 32 2 raised to 5. നെക്സ്റ്റ് എത്രയായിരിക്കും? 64 2 raised to 6, അല്ലേ? അടുത്തൊരു എലിമെന്റ് ഉണ്ടെങ്കിൽ
2 raised to 6 എന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ വേണ്ടി പറ്റും. So it is 2 raised to 1, 2 raised to 2, 2 raised to 3, 2 raised to 4, 2 raised to 5. So we can write set of all x such that x equal to 2 raised to n. X equal to 2 raised to n. Here n belongs to n. N belongs to n, and here n is equal to 1, 2, 3, 4, 5. 2 raised to 1, 2 raised to 2, 2 raised to 3, 2 raised to 4, 2 raised to 5. That is n less than or equal to 5. N less than or equal to 5. Okay. Then set of all x such that x equal to 2 raised to n, n belongs to n, and n less than or equal to 5. In the third question, here 1 by 2. 1 by 2. Second, 2 by 3. 3 by 4. 4 by 5. 5 by 6. 6 by 7. Okay, next to the element ഉണ്ടെങ്കിൽ എന്തായിരിക്കും? 7 by 8. Okay, good. 7 by 8. അപ്പോൾ 1 by 2. 2 by 3. 3 by 4. അതായത് ന്യൂമറേറ്റർ അല്ലേ, നോക്കൂ, ന്യൂമറേറ്ററിനേക്കാളും ഒന്നധികം ഡിനോമിനേറ്റർ. ഓക്കെ, 1 by 2, 2 by 3, 3 by 4, 4 by 5, 5 by 6, 6 by 7 അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പറയൂ. സെറ്റ് ഓഫ് ഓൾ എക്സ്, ശരി, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ്, ഇനി എക്സ് എന്താ? എക്സ് ഈസ് ഈക്വൽ ടു ന്യൂമറേറ്റർ അതിനേക്കാൾ ഒന്നധികം ഡിനോമിനേറ്റർ. ഓക്കെ, ദെൻ എക്സ് ഈസ് ഈക്വൽ ടു, ഇതേപോലെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഈക്വൽ ടു യെസ് എൻ ന്യൂമറേറ്റർ ആണെങ്കിൽ ഡിനോമിനേറ്റർ എന്തായിരിക്കും? എൻ ഡിവൈഡഡ് ബൈ n plus 1. X equal to n by n plus 1. X equal to n by n plus 1. 1 by 2, 2 by 3, 3 by 4. ഇത് നോക്കൂ, n-ന്റെ വാല്യൂ ഇതുവരെ വരാ. n is equal to, here n is equal to 1, 2, 3, 4, 5, 6 and is a natural number. That is n belongs to n and n less than or equal to 6 or less than 7. n less than or equal to 6. ഓക്കെ, അപ്പോൾ നമുക്ക് റോസ്റ്റർ ഫോമിൽ തന്നാലും വളരെ 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 രസകരമായി നമുക്ക് ഇതിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റും, സെറ്റ് ബിൽഡർ ഫോമിലേക്ക് മാറ്റാൻ പറ്റും. ശരിയല്ലേ? ഇതെല്ലാം വളരെ വളരെ രസകരമായ ഭാഗങ്ങളാണ്. ഇതെല്ലാം വളരെ ഒരു ഗെയിമിൻ്റെ മൂഡിലെടുത്ത് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലങ്ങളാണ്. ടെക്സ്റ്റിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് പ്രാക്ടീസ് പ്രോബ്ലം നല്ലോണം ചെയ്തു പഠിക്കുക, വളരെ എളുപ്പമാണ്. ഓക്കെ.